പൊന്നുമക്കളെ നിങ്ങൾ കൈവിടരുത്, സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ 2 മക്കളെ നിങ്ങൾ കൈവിടരുത്. എന്റെ 2 മക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണം. നിങ്ങളെല്ലാവരും ഞങ്ങളെ കഴിയണ പരമാവധി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. എന്റെ 2 മക്കൾക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു നിവൃത്തിയില്ലായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ജംഷീർ. കരുവാരകുണ്ട് പഞ്ചായത്തിലെ എന്റെ നാട്ടിലെ 19ാം വാർഡ് ചുള്ളിയോടിൽ താമസിക്കുന്ന നെച്ചിക്കാടൻ മിർഷാദിന്റെ 2 പിഞ്ചു പൈതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ടുള്ളത്. ഈ നാടും നാട്ടുകാരും മുഴുവനും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളുടെ മുൻപിൽ സഹായാഭ്യർത്ഥനയുമായി വന്നിട്ടുള്ളത്. 19 വയസ്സുകാരനായിട്ടുള്ള ദിൽഷാദി എന്ന് പറയുന്നവന്റെ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 21 വയസ്സുകാരനായ സ്വന്തം ജ്യേഷ്ഠന്റെ ലങ്സിന് കംപ്ലൈന്റ് ആയിട്ട് അതും മാറ്റിവെക്കണം എന്ന് തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏകദേശം 1 കോടി രൂപയോളം ഈ 2 കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കൈവിടരുത് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ഇതിലേക്ക് സഹായം ചെയ്തു തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിക്കുട്ടിയാണ്. എല്ലാവരും സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ പേര് മുഹമ്മദ് ബിൻഷ. എനിക്ക് ലെൻസിന് അനുമാനമായിട്ട് ഡാമേജായി. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ലെൻസ് മാറ്റി വെക്കണം. എന്റെ പേര് മുഹമ്മദ് ബിൻഷ. എന്റെ 20 വൃക്കകളും തകരാറിലായി ഞാനിപ്പോ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള ഭീമമായ തുക ഞങ്ങളെ കുടുംബത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളോട് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ്, വലിയ സഹായമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ജീവിതത്തിലേക്ക് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഉദ്യമത്തിൽ എല്ലാവരും പങ്കാളികളാണ്. അവർ രണ്ടുപേരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ കമ്മിറ്റിയുമായും ഈ കുരുന്നുകളുമായി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്.